പ്രാർത്ഥിക്കുന്നില്ല. നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ. ആ എന്തെങ്കിലും ആവട്ടെ. ആ കുരുത്തക്കെട്ടന്മാരൊന്നും എഴുന്നേറ്റില്ലേ? മിക്കവാറും നെഞ്ചെടുപ്പ് കഴിഞ്ഞ് അച്ഛൻ പോയാൽ അവരെ എഴുന്നേൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെയാ? രാത്രി 2 മണി 3 മണി വരെ മൊബൈലിൽ നോക്കി ഇരിപ്പല്ലേ? സമയം 12 മണി ആയതേ ഉള്ളല്ലോ. സാറിന് നേരത്തെയാണല്ലോ. വെറുതെ ഇവിടെ തലയിൽ ചോദിച്ചുകൊണ്ട് നിൽക്കാതെ ബാക്കിയുള്ളതിനെ കൂടെ എഴുന്നേൽപ്പിക്ക്. എന്നിട്ട് പോയാൽ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കേ. നമ്മുടെ ബൈബിൾ എവിടെയാ? അത് ഉപയോഗിച്ചിട്ട് കുറെ ആയി. തപ്പിയെടുക്കണം. എല്ലാവരോടുമായിട്ട് പറയാം, വേഗം ബൈബിൾ തപ്പിയെടുത്തോ. അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിളില്ലാന്ന് വന്നാൽ നാണക്കേടാ. എന്തിനാ ശാന്തിയാന്റെ വീട്ടിൽ പോണേ? ഗർസിലെ അറിയൂ. കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മുടെ പൂച്ചയെ ഓടിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ? അന്ന് പുറത്തു പറയാൻ കൊള്ളാത്തതല്ല ഞാൻ അവളെ വിളിച്ചതാ. മാത്രമല്ല അവളുടെ സ്വഭാവം മോശം. നീ വേഗം പോയി ശാന്തമ്മയുടെ വീട്ടിൽ പോയി വാങ്ങിച്ചോണ്ട് പോ. എന്നാ നടക്കട്ടെ. അച്ഛൻ വന്നു തോന്നുന്നേ. എന്നാ അച്ഛാ ഇരിക്കാം. ഒരു മണിക്കൂർ കാണാനുണ്ടല്ലോ. അമ്മ ചെല്ലി. എടി അമ്മു, നീ പോയി എല്ലാം വിളിച്ചോട്ടോ. മൈക്കിള് കുറച്ചു നാളായല്ലോ പള്ളിയിലേക്കൊക്കെ കണ്ടിട്ട്. ഒന്നും പറയണ്ട അച്ഛാ. ആകെപ്പാട് ജോലി ഇല്ലാതെ കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ച. അന്ന് രാവിലെ പള്ളിയിൽ പോയാൽ അര ദിവസം പോക്കാം. ഞായറാഴ്ച കുർബാന കടവുണ്ടെന്നാണെന്ന് അറിയില്ലേ? അച്ഛാ, കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പുറത്തെ വീട്ടിലെ നേരി ഞങ്ങളുടെ അടുത്ത് 1000 രൂപ കടം വാങ്ങിയിട്ട് ഇതുവരെ അത് തിരിച്ചു തന്നിട്ടില്ല. എന്നും അവിടെ പോയി തെറി വിളിക്കാൻ എനിക്ക് വയ്യ അച്ഛാ. ആ കടവല്ല, ഞായറാഴ്ച കുർബാന നന്നായി ഒരുങ്ങി പങ്കെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അച്ഛൻ ആ പറഞ്ഞത് നേരാ. ഈ ഇടവകയില് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി വരുന്നത് ഞാനാണ്. എടാ മോനെ, നിന്നെ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ലാസ്റ്റ് എന്താ വെച്ചാൽ പള്ളി ഫുഡ് ഉണ്ടായിരുന്നു ഓണത്തിനായിരുന്നു. ഓണത്തിന് മാത്രം പ്രത്യക്ഷപ്പെട്ട നീ ആരുടെ മാവേലി? നിന്റെ കാര്യം എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല അച്ഛാ, ഭയങ്കര തിരക്കാ. രാവിലെ ബാഡ്മിന്റൺ ക്ലാസ്, ട്യൂഷൻ, പിന്നെ വൈകുന്നേരം ഡാൻസ് ക്ലാസ്. ഒട്ടും സമയമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ് ഇതിനിടയ്ക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളിയും കുർബാനയും മാത്രമാണ് അർത്ഥം. അപ്പൊ നീയും? അച്ഛൻ ഞാൻ പള്ളിയിൽ വരാറുണ്ട്. അച്ഛൻ കാണാറില്ല. അങ്ങനെയാണ് അത്യാവശ്യം നിന്നെ പള്ളിയിൽ കൊണ്ടു കണ്ടോണം. എടാ അപ്പോൾ നീയോ? അച്ഛാ, അന്ന് മറ്റേ പെരുന്നാളിന് തല്ലുണ്ടായില്ലേ? ഞാനാ അച്ഛാ അതിനെ ലീഡ് ചെയ്തത്. കർത്താവേ, ഇതൊക്കെ ഏത് ജന്മങ്ങൾ. മക്കളെ, ഈ കുർബാനയ്ക്കും സൺഡേ സ്കൂളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ഛൻ. ഞാൻ പറഞ്ഞതിற்கு ഒരു അനുസരണയില്ല. അതിന് നിങ്ങൾ തന്നെ ഞായറാഴ്ച വരാറുണ്ടോ? ഇല്ല അച്ഛാ, സൗകര്യത്തോടെ വരാറുണ്ട്. കുടുംബ പ്രാർത്ഥനയിലുണ്ടോ? അതങ്ങനെയല്ല അച്ഛാ. വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം കിട്ടില്ല. പിള്ളേരുടെ കാര്യമാണെങ്കിൽ ട്യൂഷൻ ഇല്ലാതെ അവരെ എവിടെ എത്തിക്കാനും പറ്റില്ല. അച്ഛാ, ട്യൂഷൻ മാത്രമല്ല, എൻട്രൻസ് കോച്ചിങ് കൂടെ ഉണ്ട്. എന്റെ മക്കളെ,
എന്റെ ദൈവമേ, ഇതിലും നല്ലത് പോകണ്ടേ? എന്നാ നമുക്കിനി പ്രാർത്ഥിക്കാം. എടാ മോനെ, നീ ആ ബൈബിളെടുത്ത് എഫെസോസ് 5:22 വായിച്ചേ. കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ പറയാം. മക്കളെ, നമ്മളിപ്പോൾ ഉയർപ്പുകാലത്തിലാണല്ലോ. ഉയർപ്പുകാലമോ? ഇപ്പോൾ വേനൽക്കാലമല്ലേ അച്ഛാ? മിണ്ടാതിരിക്കടാ. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വേദപാഠമില്ലാതെ ട്യൂഷന് വിട്ടാൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയും? ഉയർപ്പെന്നാൽ നവജീവിതത്തിന്റെ കാലമല്ലേ. പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരുമാറ്റി നിസ്സഹായ പുതിയ മനുഷ്യനാകാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നു. എന്നാൽ നമ്മളോ വീണ്ടും പാപത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നു. ഞായറാഴ്ചയും പറ്റുമ്പോഴൊക്കെ നിങ്ങൾ കുർബാന കൂടാൻ പള്ളിയിൽ വരണം. പിന്നെ കുടുംബ പ്രാർത്ഥനയും മുടക്കരുത്. ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ വെച്ചോ? ഇതൊക്കെ നമുക്ക് പറ്റണം. ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഇവിടെ നമുക്ക് ഉണ്ടാക്കുന്ന പേരുവിരുമയെ ഒന്നും മരിച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മക്കളെ ദൈവത്തിലേക്ക് നയിക്കേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇനി നിങ്ങളെല്ലാം സ്ഥിരമായി പള്ളിയിൽ കണ്ടേക്കണം. ഞങ്ങൾക്ക് തെറ്റുപറ്റിയില്ല. ഇനി ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഞായറാഴ്ച കുർബാന ഞങ്ങൾ മുടക്കത്തില്ല. കുടുംബ പ്രാർത്ഥനയും മുടക്കത്തില്ല അച്ഛാ. ദൈവത്തിന് സ്തുതി. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. This gift is dedicated to our beloved Reverend Fidelison, who has been a wonderful support to our Sunday school kids. As we say farewell, farewells are not forever nor the end. They are simply the words to say that we miss